ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. ബൈബിൾ ക്രൗൺ 2020 യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് വേർഡ് ടു വേർഡ് മിനിസ്ട്രീസ് കാനഡ. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ബൈബിൾ ക്രൗൺ 2020 ഏതെങ്കിലും സ്റ്റേജിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. കർത്താവ് ഇതിനെ അനുഗ്രഹമാക്കി തീർക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള അനേകായിരങ്ങൾക്ക് അവിടുത്തെ വചനത്തിന് മാർഗദീപമായി തീരുവാൻ തക്കവണ്ണം ഈ എപ്പിസോഡിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ അവർക്ക് ഇതിൽ പങ്കെടുക്കുവാൻ സഹായിക്കണമേ. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴാങ്ങിലെ കൊണ്ട് ഈ ശുശ്രൂഷ പൂർണ്ണമാക്കുവാൻ സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്ക് പറയണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും ബൈബിൾ ക്രൗൺ 2020 വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ സ്നേഹവന്ദനം. നാം ഇന്ന് വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്രൗൺ 2020 ഏതൻ സ്റ്റേജിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്കോർ കീപ്പേഴ്സായിട്ട് എത്തിയിരിക്കുന്നത് മിസസ് ലീന തോമസ് ഫ്രം ദുബായ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ പ്രാരംഭം മുതൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ തോമസ് വർഗീസിൻ്റെയും പരാതിയായ ശ്രീമതി മേഴ്സി തോമസിൻ്റെയും മകളാണ് പ്രിയപ്പെട്ട ലീന. കഴിഞ്ഞ 35 വർഷമായിട്ട് ശുശ്രൂഷ വളർന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന മിസസ് ലീനയാണ് ദുബായിൽ നിന്നും ഈ മത്സരത്തിൻ്റെ സ്കോർ കീപ്പ് ചെയ്യാൻ തക്കവണ്ണം ഇവിടെ എത്തിയിരിക്കുന്നത്. കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് എൻ്റെ പ്രിയ ഭഗ്നിയും സഹധർമ്മിണിയും കൂട്ടുവേലക്കാരിയുമായിരിക്കുന്ന ശ്രീമതി രാജി വർഗീസാണ്. വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ വൈസ് പ്രസിഡൻറ്റും മ്യൂസിയം ഓഫ് ദ വേർഡ് തീം പാർക്കിൻ്റെ കോ ഫൗണ്ടറുമായി പ്രവർത്തിക്കുന്ന ശ്രീമതി രാജി എൻ്റെ എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും എൻ്റെ സന്തത സഹചാരിയാണ്. ബൈബിൾ ക്രൗൺ 2020 പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി രാജി വർഗീസിനെ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ നാമത്തിൽ കർത്തനാമത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ മത്സരിക്കാനെത്തിയിരിക്കുന്നത് ജീന RG, ബ്ലസ്സി KG, കരുണ SS. നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ജീന ആർജി, ആദ്യമായിട്ടാണോ ഇപ്രകാരം ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ്. ഇതിൽ പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും ആശങ്ക തോന്നുന്നുണ്ടോ? ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ. കുഴപ്പമില്ല. എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ഞാൻ ഹോൾ ബൈബിൾ ക്വിസിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ... അപ്പോൾ ക്വിസ് പുസ്തകങ്ങളെല്ലാം ക്വിസ് ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് ഉണ്ട്. ഒരുപാട് മാർക്കറ്റുള്ളൂ. 15,000 ചോദ്യങ്ങൾ, 10,000 ചോദ്യങ്ങൾ, ഇവയൊക്കെ വായിച്ചു വിടാനേ പറ്റുകയുള്ളൂ അല്ലേ? ശരി, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പേടിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ഡു വണ്ടർഫുള്ളി. യെസ് ബ്ലെസ്സി, ടെൽ മീ. സ്വാഗതം കർത്തൃനാമത്തിൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ BEd പഠിക്കുകയാണ്. BEd പഠിക്കുകയാണ്. എവിടെയാണ്? മലയിടി, കളിക്കവള. ഓക്കെ. ആദ്യമായിട്ടാണോ ഇപ്രകാരം ഒരു... ആദ്യമായിട്ടാണ് ഒരു ഷോയിൽ. പ്രശ്നോത്തരിയിൽ ഒരു പ്രശ്നമാകുമോ? ഇല്ല, പ്രശ്നം. ബൈബിൾ വായിക്കാറുണ്ടോ? ബൈബിൾ വായിക്കാറുണ്ട്. ദിവസവും വായിക്കാറുണ്ടോ? ദിവസം വായിക്കാറുണ്ട്. എത്ര അധ്യായങ്ങൾ അല്ലെങ്കിൽ എത്ര വാക്യങ്ങൾ? ദിവസം ഒരു അധ്യായം അല്ലെങ്കിൽ 2 അധ്യായം വായിക്കാറുണ്ട്. അപ്പോൾ ബൈബിളെല്ലാം ഓൾമോസ്റ്റ് വായിച്ച് തീരാറായോ? ഇല്ല, അങ്ങനെ തീർന്നിട്ടില്ല. പതുക്കെ. അധ്യായങ്ങൾക്ക് ഒരുപാട് നീളമുണ്ട് അല്ലേ? സന്തോഷം. ബൈബിൾ ദിവസവും വായിക്കണം. ദൈവം നമ്മുടെ കാലിന് വിളക്കും, ഊടുവഴികൾക്ക് പ്രകാശമാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. യെസ് കരുണ, പിതാവുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. സന്തോഷം. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ BSc സൈക്കോളജി. BSc സൈക്കോളജി. സൈക്കോളജിയും ദൈവവചനവുമായിട്ട് വളരെ വിദൂരമാണ്. സൈക്കോളജിക്കലായിട്ടാണോ ദൈവവചനത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും സൈക്കോളജിയുടെ കാഴ്ചപ്പാടും രണ്ടാണ് അല്ലേ? അതിനെ എങ്ങനെ സമന്വയിച്ചുകൊണ്ട് പോകാൻ കഴിയും? ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. സൈക്കോളജി ആത്മീയ ജീവിതത്തിൻ്റെ ഒരംശമാണ്, പൂർണ്ണമല്ല. പക്ഷേ സൈക്കോളജിയിൽ സ്പിരിച്വാലിറ്റിക്ക് സ്ഥാനമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതിനു മുൻപ് എവിടെയെങ്കിലും ഇപ്രകാരമുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ആദ്യമായിട്ടാണ്. റെക്കോർഡിംഗ് ആദ്യമായിട്ടാണ്. ദാറ്റ്സ് ഗുഡ്. ഹോൾ ബൈബിൾ ഇല്ല, ഭാഗ്യമായിട്ട് ചില പുസ്തകങ്ങൾ മാത്രം. ബൈബിൾ ക്രൗൺ 2020 സംബന്ധിച്ച് പറയുമ്പോൾ ഇത് തിരുവചനത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാക്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യമല്ല. നിങ്ങളുടെ ബഹുമുഖ കഴിവുകളെ ഇവിടെ പരിശോധിക്കും. കാരണം ഇത് ബൈബിൾ ക്രൗണാണ്. ഈ കിരീടം എന്ന് പറയുന്നത് അവകാശപ്പെടുവാൻ അനേകർക്ക് കഴിയുകയില്ല. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കിരീടം, റൈറ്റ്? അപ്പോൾ ആ കിരീടാവകാശി എല്ലാ തലങ്ങളിലും ഔന്നത്യം നേടിയ വ്യക്തിയായിരിക്കണം. ആം ഐ റൈറ്റ്? അതുകൊണ്ട് വിവിധങ്ങളായ തലങ്ങളിലുള്ള മത്സരങ്ങളായിരിക്കും നടക്കുന്നത്. തീർച്ചയായും ദൈവവചനത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് തന്നെ അതേസമയത്ത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ, സാക്ഷ്യ ജീവിതത്തിൽ നമുക്ക് യേശുക്രിസ്തുവിനെ ലോകത്തിനെ കാട്ടുവാൻ തക്കതിനോണം പലവിധമായ രംഗങ്ങളിൽ, തലങ്ങളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. സമ്മതിക്കുന്നു? അപ്പോൾ അതിനൊരു വേദിയായിട്ടാണ് നാം ഇവിടെ ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല ഇത് സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. വേർഡ് ടു വേൾഡ് ദർശനത്തിൻ്റെ ഒരു ഭാഗമാണ്. വേർഡ് ടു വേൾഡ് എന്ന് പറഞ്ഞാൽ വചനം ലോകത്തിന്. വി ആർ ഗിവിങ് ദ വേർഡ് ടു ദ വേൾഡ്. അപ്പോൾ പല മാധ്യമങ്ങളിലൂടെ, പല രീതികളിൽ, പല തലങ്ങളിൽ നാം ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രചരണത്തിനും പ്രചാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. അതാണ് വേർഡ് ടു വേൾഡ്. സോ വി ജസ്റ്റ് വാണ്ട് ടു പ്രൊപ്പഗേറ്റ് ദ വേർഡ്, റൈറ്റ്? അതിൻ്റെ ഒരു ഭാഗമാണ്, സുവിശേഷീകരണത്തിൻ്റെ ഭാഗമാണ്. നാം പ്രവർത്തിക്കുന്നതൊക്കെയും കർത്തൃനാമ മഹത്വത്തിനാണ്. നാം നിമിത്തം നിങ്ങളിത് ഇപ്പോൾ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു സമ്മാനത്തിന് വേണ്ടിയല്ല. സമ്മാനമുണ്ട്, എല്ലാവർക്കും സമ്മാനമുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിട്ടാണ് നിങ്ങളിവിടെ ഇറങ്ങാൻ പോകുന്നത്. കാരണം ദൈവകൃപയാൽ ഞങ്ങളിത് സംപ്രേഷണം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ഈ സംപ്രേഷണം കാണുമ്പോൾ അവർക്കൊക്കെയും ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏട് മനസ്സിലാക്കുവാനും, ഏതെങ്കിലും ഒരു കാര്യം ചിന്തിക്കുവാനും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലെ ഒരു ചോദ്യം അവരെ ചിന്തിപ്പിക്കുവാനും, നിങ്ങളുടെ മറുപടി അവർക്ക് മനസ്സിലാക്കുവാനും ഒക്കെ കഴിയുമ്പോഴാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം അവരിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്
അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംരംഭങ്ങൾ അത് സുവിശേഷീകരണമാണ്. ഇവിടെ നാം മ്യൂസിയം ഓഫ് ദ വേർഡ് തീം പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഇല്ല. സുവിശേഷീകരണത്തിൻ്റെ ഭാഗമാണ്. അത് കാണണം. വിവിധങ്ങളായ കാര്യങ്ങൾ, ദൈവവചനത്തിൻ്റെ മഹത്വവും മനോഹരത്വവും വിളംബരം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവനാമം ഉയർത്തുവാൻ, അനേകർ ദൈവവചനത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം ലോകം തിരിച്ചറിയുവാൻ തക്കോണമാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുവാൻ തക്കോണം ബന്ധപ്പെട്ട് വന്നതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമാകട്ടെ, ഒരു അനുഗ്രഹമാണ്. കാരണം ഇത് സംപ്രേഷണം ചെയ്ത് തുടങ്ങുമ്പോൾ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ അനേക രാജ്യങ്ങളുണ്ട്, കേരളത്തിൽ തന്നെ അനേകർക്ക് സുവിശേഷത്തിൻ്റെ ഏതെങ്കിലും ഒരു തീപ്പൊരി അത് എത്തിക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കരുണ എസ് ഈ വേദിയിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ ഏതൻ ലെവലിൽ ഉള്ള ഈ മത്സരത്തിൽ ഓരോ എപ്പിസോഡിലും 4 റൗണ്ടുകൾ വീതമുണ്ട്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്, പഴയ നിയമ റൗണ്ട്. നമുക്കറിയാം പ്രാരംഭം പഴയ നിയമമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള ഓരോ ചോദ്യമാണ് നിങ്ങൾ ഉത്തരം പറയാൻ പോകുന്നത്. ആദ്യ റൗണ്ടിൽ അതിന് 8 മാർക്ക് വീതമാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഉപചോദ്യങ്ങളുണ്ടാകും, പുതിയ ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ പഴയ നിയമ റൗണ്ട് അങ്ങനെ പഴയ നിയമത്തിൽ അധിഷ്ഠിതമായ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് പൂർണ്ണമാകും. പഴയ നിയമം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിയമം ഏതാണ്? പുതിയ നിയമം. അപ്പം പുതിയ നിയമത്തിലും നാം ഇപ്രകാരം 3 പേർക്കും ഓരോ അവസരം ഓരോ ചോദ്യത്തിനായിട്ട് നൽകുന്നു. അതിന് മറുപടി ലഭിക്കുമ്പോൾ 3ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ചൂസ് ആൻഡ് ആൻസർ റൗണ്ട് എന്നാണ് പറയുന്നത്. ചൂസ് ആൻഡ് ആൻസർ റൗണ്ട്. അതായത് നിങ്ങൾ തന്നെ ഈ ചോദ്യം ഇവിടെ വന്ന് തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ തന്നെ മറുപടി നൽകണം. എനിക്കതിനകത്ത് യാതൊരു പങ്കുമില്ല. ചൂസ് ആൻഡ് ആൻസർ. അവസാനമായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ട്. ബൈബിൾ ബമ്പർ റൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ബസർ റൗണ്ടാണ്. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയോടല്ല, പൊതുവായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഉടനടി ബസർ അമർത്തുക. ആദ്യമേ ബസർ പ്രസ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ആൻസർ ലഭിക്കുകയുള്ളൂ. ആദ്യമേ ബസർ ലഭിക്കുന്ന വ്യക്തിയുടെ ലൈറ്റ് മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു കൈ ബസറിൻ്റെ മേൽ ഉണ്ടാകണം. അത് ബമ്പർ റൗണ്ടാണ്. 10 മാർക്ക് വീതമാണ് ഓരോ ചോദ്യത്തിനും നൽകപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. തിരുവചനം നിങ്ങളൊക്കെ വായിക്കുന്നവരാണ്, അപ്പോൾ വളരെ എളുപ്പമാണ്. എന്നാൽ ആ വായിക്കുന്നവരിൽ വേഗതയോടെ വായിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഇവിടെ നിന്ന് ഒരു വേദഭാഗം നൽകപ്പെടും. അതെടുത്ത് ഉടനെ വായിച്ചോളണം. മറ്റൊരാൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പേര് വിളിക്കുകയില്ല, ബസറില്ല, ഒന്നുമില്ല. അപ്പോൾ 23ാം സങ്കീർത്തനം യഹോവൻ ഉടനെ എടുത്ത് 23ാം സങ്കീർത്തനം അറിയാൻ വയ്യെങ്കിൽ ഉടനെ എടുത്ത് യഹോവൻ്റെ ഇടയിലാവുന്ന എനിക്ക് മുട്ടുണ്ടാകുന്ന തപ്പി പിടിച്ചാൽ മതി. ഞാൻ അവിടെ വന്ന് എന്തോ നിങ്ങൾ എടുത്ത് നോക്കുകയല്ല, എനിക്ക് 23ാം സങ്കീർത്തനം കേൾക്കണം. അപ്പോൾ നിങ്ങൾ വായിക്കുന്നതിൻ്റെ സ്ഫുടത, എങ്ങനെ വായിക്കുന്നു, തെറ്റില്ലാതെ വായിക്കുന്നു, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അതിന് മാർക്കുകൾ നൽകപ്പെടുന്നത്. അതാണ് അവസാനത്തെ റൗണ്ടിൻ്റെ അവസാന റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. അതിനും 6 മാർക്ക് വീതമാണ് നൽകപ്പെടുന്നത്. അപ്പോൾ മാർക്കുകളുടെയും റൗണ്ടുകളുടെയും കാര്യം ഇതാണെങ്കിലും നിങ്ങൾ പറയുന്ന ഒരു ഉത്തരം തെറ്റാണെങ്കിൽ അതിന് -1 മാർക്കുണ്ട്, ബാഡ് മാർക്ക്. അപ്പോൾ എല്ലാവരും കയറി തോന്നിയതെല്ലാം ആൻസർ വിളിച്ച് പറയാൻ സാധ്യമല്ല. അതിനായിട്ട് ഒരു ചിട്ട ഒരു ജസ്റ്റ് ഒരു ചെക്ക്. തെറ്റായ ആൻസർ ആരെങ്കിലും പറയുകയാണെങ്കിൽ -1 മാർക്ക്. ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ജീനയ്ക്ക് ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ പാസ് എന്ന് പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമില്ല, 1 മാർക്കും കുറയുകയില്ല. ബ്ലസ്സി ഉടൻ തന്നെ പറയുകയാണ് എനിക്ക് ഉത്തരം അറിയാം എന്ന് പറഞ്ഞിട്ട് തെറ്റായ ഉത്തരം നൽകിയാൽ -1 മാർക്ക്. അതേസമയത്ത് ജീനയോട് ചോദിച്ച ചോദ്യം ജീനയ്ക്ക് മറുപടിയില്ല, ഉത്തരമില്ല, അത് കരുണയ്ക്ക് ആൻസർ ചെയ്യാൻ കഴിയുമെങ്കിൽ മൂല്യത്തിൽ നിന്നും 1 മാർക്ക് കുറഞ്ഞായിരിക്കും ലഭിക്കുന്നത്. 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ രണ്ടാമതായിട്ട് ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് 1 മാർക്ക് കുറയും, 5 മാർക്കേ ലഭിക്കുകയുള്ളൂ. അത് പിന്നെ
ബസ്സിങ് റൗണ്ട്, അതായത് നമ്മൾ ഈ ബസർ അമർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് ഉത്തരം തീർച്ചയായിട്ടും അറിയാമെന്നുള്ളതാണ്. അങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ അവസരം തരുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിന് 1/2 മാർക്ക് കുറയ്ക്കും. അങ്ങനെ 1.5 മാർക്കായിരിക്കും. 1 മാർക്ക് തെറ്റിൻ്റെ പെനാൽറ്റി, 1/2 മാർക്ക് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ, അങ്ങനെ 1.5 മാർക്കായിരിക്കും കുറയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഇത് മനസ്സിലാക്കി അറിയാവുന്നവരെ ഉത്തരം പറയുള്ളൂ. പിന്നെ സ്വാഭാവികമായും ചിലപ്പോൾ തെറ്റുകൾ നമുക്ക് പറയും. എങ്കിലും ഇതിനൊക്കെ ഒരു പരിധി നിർണ്ണയിക്കുവാൻ തക്കവണ്ണമാണ് നാം ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബസർ റൗണ്ടിൽ നിങ്ങൾക്ക് പരീക്ഷിക്കുവാൻ തക്കവണ്ണം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം അറിയാമെങ്കിൽ ആദ്യമേ ബസർ ആര് പ്രസ് ചെയ്യുന്നു അവർക്കായിരിക്കും ഉത്തരം നൽകാനുള്ള സാധ്യത. ഇത് മാർക്കില്ല ചോദ്യമാണ്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ. ഓൾറൈറ്റ്. ആദാമിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഹവ്വ. ഹവ്വ. വളരെ ശരിയായ ഉത്തരമാണ്. രണ്ടുപേർക്കും അറിയാമായിരുന്നു. പക്ഷേ കൈ പതുക്കെ ഇങ്ങനെ വന്ന് ഒരു പ്ലെയിനിൻ്റെ ലാൻഡിങ് പോലെ അതേ വെച്ചപ്പോഴത്തേക്കും കരുണ പ്രസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പതുക്കെ കൈയൊക്കെ എടുത്ത് പൊടിയൊക്കെ തുടച്ച് പതുക്കെ ഇങ്ങനെ വന്ന് അതിന് നോവുകയില്ല, അതിന് പരാതിയുമില്ല, ഷോക്ക് അടിക്കുകയില്ല, ചുമ്മാ ഒരു ഞെക്കിയാൽ മതി. അപ്പോൾ എപ്പോഴും എന്തുണ്ടാകണം? കൈ എവിടെ ഉണ്ടാകണം? ബസർ. കാരണം ഞാൻ ഏത് ചോദ്യമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി ലഭിക്കുമ്പോൾ ഉടനടി കമോൺ ബസർ റൗണ്ട് എന്ന് പറഞ്ഞ് ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും നമുക്ക് ഏകദേശം അറിയാം യാക്കോബിന് എത്ര മക്കൾ എന്നറിയുമ്പോഴത്തേക്കും ബസർ പ്രസ് ചെയ്യുക. കാരണം എന്താ ചോദിക്കുന്നത്? എത്ര മക്കളാണ്? അപ്പോഴത്തേക്കും അത് തയ്യാറാണ്. അപ്പോൾ നമുക്കറിയാം ചോദ്യത്തിൻ്റെ അവിടെ തന്നെ ബസർ അമർത്തിയാൽ കുഴപ്പമില്ല. പക്ഷേ ഉത്തരം ശരിയാണ്, അല്ലെങ്കിൽ 1.5 മാർക്ക് പോകും. അപ്പോൾ അങ്ങനെ വളരെ ഉദ്വേഗജനകമായ ഒരു മത്സരമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭാവുകൾ ആശംസിക്കുന്നു. നന്നായി ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ, മറ്റനേക മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാൻ. കാരണം ഇത് ഇപ്രകാരം ഒരു സംവിധാനം മറ്റൊരു ക്വിസ് കോമ്പറ്റീഷനും കേരളത്തിലില്ല. സെറ്റ് മാത്രമല്ല, ഇതിൻ്റെ വ്യാപ്തി മാത്രമല്ല, ഈ ഘടന ഒരിടത്തും ഇല്ല. ഇത് വിലയിന ഞാൻ മാത്രം ആയിട്ട് ഇത് വർഷങ്ങൾക്ക് മുൻപ് 6 വർഷം മുൻപ് നടന്ന ബൈബിൾ ടെസ്റ്റും പ്രശ്നോത്തരം എന്ന് പറയുന്ന ആ ക്വിസ് കോമ്പറ്റീഷൻ്റെ തുടർച്ചയായിട്ട് നടത്തപ്പെടുന്നതാണ്. അതിനിടെ ഒരുപാട് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അവയൊന്നും സംപ്രേഷണം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കൊച്ചുമക്കളുമായിട്ട് എൻ്റെ കൊച്ചുമക്കളെ കാണാൻ പോകുമ്പോൾ അവിടെ എന്നും രാത്രിയിൽ കൊച്ചുമക്കൾക്ക് ബൈബിൾ ക്വിസാണ് നടത്തുന്നത്. അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റഡാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ യുവതലമുറയെ നോക്കുമ്പോൾ അവർക്കിതിലുള്ള ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞിരിക്കുന്നു. പലരും വളരെ തുറന്ന് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ലോകത്ത് അനേക രാജ്യങ്ങൾ അനേകർ ഇത് കാണുമ്പോൾ ഞങ്ങൾക്കവിടെ മറുപടി പറയാൻ കഴിയാതെ വെള്ളം കുടിച്ച് നിൽക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചേരുന്നില്ല. പരമാർത്ഥയോട് പറഞ്ഞു, ഞങ്ങളെ അറിയാവുന്നവരൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ കാണും, കേരളത്തിലൊക്കെ ഉണ്ട്. അവിടെ മുന്നേ വന്ന് അത് ബ്രദർ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം പിന്മാറുക. മറ്റ് വേറെ വല്ല റിയാലിറ്റി ഷോ ആണെങ്കിൽ, ഫിലിം റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ പലതും, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ശ്രമിക്കാം. പക്ഷേ ബൈബിളിനെ കുറിച്ചാവുന്നു ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നില്ല. പോകട്ടെ, നിങ്ങളിതിൽ വന്നതിൽ ഇതിൽ പങ്കാളികളാകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Bible Count 2020. I am very happy to be here in this Word to World where Bible history, human history is depicted in a very systematic and thematic way. I have seen various museums in the world. This has its own inspiration and message. As such, we know for certain that human history is the basis in which God revealed Himself. And that is what Mr. Matthew Verghese has tried to do here.
I am very much inspired and touched by the zeal and dedication he has shown to the Word of God. Various things that I have seen, they are very unique, historical as well as inspirational. I would say it is one man's vision which is being translated into a wonderful museum which certainly will touch the hearts of many with a deep message of love. Museum of the Word, PB number 4, Vembayam PU, Thiruvananthapuram. Phone 9495 998555. Bible Count 2020. ഏതൻ ലെവലിലെ ഈ എപ്പിസോഡിൻ്റെ ആദ്യ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. ആർ യു റെഡി? യെസ്. അപ്പോൾ ആദ്യ ചോദ്യം എവിടെ നിന്ന് ആരംഭിക്കണം? കരുണയിൽ നിന്ന് ആരംഭിക്കണമോ, കരുണയില്ലാതെ ജീനയിൽ നിന്ന് ആരംഭിക്കണമോ? തീരുമാനിക്കാം. ഒരു റൗണ്ട് ഇവിടെ ആരംഭിച്ച് അടുത്ത റൗണ്ട് അവിടെ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. Right. So we'll start with Gina. All right. So the first question will be answered by Gina RG. ആദ്യത്തെ ചോദ്യം ജീനയ്ക്കാണ്. ഇസ്രായേലിലെ സ്ത്രീകളെ തപ്പോടും നൃത്തത്തോടും നയിച്ച പ്രവാചിക ആർ? മിരിയാം. ഉത്തരം വളരെ ശരിയാണ്. ആ ചോദ്യത്തിന് ആദ്യ ഭാഗത്തിന് 4 മാർക്കുണ്ട്. രണ്ടാം ഭാഗമുണ്ട്. വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ പ്രവാചിക ആരാണ്? മിരിയാം. വളരെ ശരിയാണ്. വളരെ തന്ത്രപൂർവ്വമുള്ള ചോദ്യമാണ്. പ്രവാചക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിരിയാമാണ്. സോ ജീന ആർജി ഗെറ്റ്സ് another 4 marks. That's 8 marks, the full marks for the first question, right? Next we have Blessy. Tarano, B.Ed. പഠിച്ചുകൊണ്ടിരിക്കുന്നു. റൈറ്റ്. പഠിപ്പിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. Am I right? Right. Okay. വിശുദ്ധ ബൈബിളിൽ ചിരിയെ ഭ്രാന്തെന്ന് വിശേഷിപ്പിക്കുന്ന പുസ്തകം ഏത്? സാധാരണ ചിരിക്കാറുണ്ട്. എന്നാൽ ചിരി ഭ്രാന്താണെന്ന് തിരുവചനത്തിലെ വിശുദ്ധ ബൈബിളിലെ ഒരു പുസ്തകം വിശേഷിപ്പിക്കുന്നു. ആ പുസ്തകം ഏത്? അല്ല, ഇച്ചിരൂടെ മുന്നോട്ട് പോകണമായിരുന്നു. സദൃശവാക്യങ്ങളല്ല. വെൽ, -1 mark ഫോർ ബ്ലസ്സി KG. ബാക്കി 2 പേർക്ക് മറുപടി അറിയാമെങ്കിൽ ബസറിറ്റ്. യെസ്, ദാറ്റ് ഈസ് ജീന ഹാസ് ആൻസർഡ് ഇറ്റ്. പറയൂ. സഭാപ്രസംഗി. ഞാൻ മുമ്പേ അതിന് ക്ലൂ തന്നായിരുന്നു. അതിനടുത്ത പുസ്തകമാണെന്ന് പറഞ്ഞു, അടുത്ത് വന്നെന്ന് പറഞ്ഞു. സദൃശവാക്യത്തിൻ്റെ അടുത്ത പുസ്തകം സഭാപ്രസംഗി. യു ആർ റൈറ്റ്. യെസ്. സോ യു ഗെറ്റ് അനദർ 3 marks. കാരണം ഓൾറെഡി 4 മാർക്കിൻ്റെ ചോദ്യമാണ്. കുറച്ചുകൂടി ആലോചിക്കാൻ സമയം കിട്ടി, അതുകൊണ്ട് 1 മാർക്ക് കുറയ്ക്കും. 3 marks ഫോർ ജീന ആർജി. മൂന്നാമത്തെ ചോദ്യം കരുണ SS-നോടാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഗലീലയിൽ നിന്നായിരിക്കുമെന്ന് പ്രവചിച്ച പ്രവാചകനാര്? അറിയില്ല. വി ഗോ ഫോർ ബ്ലസ്സി. അറിയാമെങ്കിൽ പാസ് പറഞ്ഞാൽ മതി. പാസ്. യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ കാണുക. റൈറ്റ്. ദാറ്റ് ബ്രിങ്സ് us to the end of the Old Testament round. ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികളുടെ മാർക്ക് എത്രയാണെന്ന് സ്കോർ കീപ്പേഴ്സ് പറയും. Gina gets 11. ജീന ആർജി ഗെറ്റ്സ് 11 marks. 11 മാർക്കാണ് ജീനയ്ക്ക് ലഭിക്കുന്നത്. Blessy -1. ബ്ലസ്സിക്ക് -1 ആണ് ലഭിക്കുന്നത്. And Karuna nil. കരുണയ്ക്ക് മൈനസും ഇല്ല പ്ലസും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. റൈറ്റ്. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഓക്കെ. So that's it.
There we come to the end of the Old Testament round. Bible Count 2020. ആർത്തിരമ്പും ആഴിയിൽ ആഞ്ഞടിക്കും കാറ്റിലൻ തോണി താഴ്ന്ന വേളയിൽ യേശുവൻ തോണിയെ കോരിയെടുത്തു. യേശുവിൻ കരങ്ങൾ കാറ്റിനെ പിളർന്നു. യേശുവിൻ പാദങ്ങൾ ആഴിമീതെ നടന്നു. Shine his face upon you and be gracious unto you. May the Lord look upon you and give you peace and give you peace. Yevarecha Adonai veish merecha Yair Adonai pana elecha vihunika. Let's sing together. Let's praise together. Let's proclaim all together. Jesus is our God. Jesus is our Lord. Jesus is our Savior. Jesus is our King of Kings. Love you, Jesus. Love you. Love you, Jesus. Love you. Love you, Jesus. Love you, Jesus. Love you. Love you, Jesus. Love you. Bible Count 2020. We go to the second round of this episode, that is New Testament round. പുതിയ നിയമ റൗണ്ടാണ്. So this time I will start with Karunayasis. കഴിഞ്ഞ പ്രാവശ്യം ജീനയ്ക്കായിരുന്നു. ഈ പ്രാവശ്യം കരുണയ്ക്ക് അവസരം നൽകുകയാണ്. വളരെ ലളിതമായ ചോദ്യമാണ്, ചിന്തിച്ചിട്ട് മറുപടി പറയാം. ലാസർ മരിച്ച ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് യേശു ലാസറിനെ ഉയർപ്പിച്ചത്? ലാസർ മരിച്ച ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് യേശു ലാസറിനെ ഉയർപ്പിച്ചത്? 3 മണിക്കൂർ. ഉത്തരം വളരെ തെറ്റാണ്. -1 മാർക്ക് ഫോർ കരുണായസസ്. ബ്ലസ്സി KG 96. എക്സാക്ട്ലി 96. എങ്ങനെയാണ് 96 എന്ന് പറയാൻ കഴിഞ്ഞത്? ഇതിനു മുമ്പേ ബൈബിൾ വായിക്കുമ്പോൾ മാരീഡ് ആണ്, അപ്പോൾ ഹസ്ബൻഡ് പാസ്റ്ററാണ്. അപ്പോൾ പാസ്റ്ററാണ്. അപ്പോൾ പാസ്റ്റർ എന്താ പറഞ്ഞു? നമ്മൾ ബൈബിൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 4 days നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. വെരി ഗുഡ്. 4 days കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 24 കൂടെ 4 96. എക്സാക്ട്ലി, ദാറ്റ് ഇസ് ദ ക്ലിക്ക്. ഓൾറൈറ്റ്, ബ്ലസ്സി KG gets 7 marks for that question. And കരുണയ്ക്ക് -1 ആയിപ്പോയി. 4 ദിവസമാണെന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു. മണിക്കൂർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു തപ്പൽ വന്നല്ലേ. 3 മണിക്കൂർ 4 മണിക്കൂർ അല്ല. ഇങ്ങനെ തപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, വളരെ സൂക്ഷിക്കണം. ഓൾറൈറ്റ്, now the question goes to ബ്ലസ്സി അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 4000 പുരുഷന്മാർക്ക് ഭക്ഷണം നൽകുവാൻ യേശു എത്ര അപ്പമാണ് ഉപയോഗിച്ചത്? 5 അപ്പം. ഉത്തരം വളരെ തെറ്റാണ്. -1 മാർക്ക്. പാസ്റ്റർ ഇത് പറഞ്ഞു തന്നിട്ടില്ല. 4000 പുരുഷന്മാർക്ക് ഭക്ഷണം നൽകുവാൻ യേശു 7 അപ്പമാണ് ഉപയോഗിച്ചത്. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാർ, 7 അപ്പം കൊണ്ട് 4000 പുരുഷൻ. അപ്പോൾ ബ്ലസ്സിക്ക് -1 മാർക്ക്. അതോടൊപ്പം ഒരു ചോദ്യം കൂടെ, ഒരു മറുപടി ലഭിക്കാനായിട്ട്, മാർക്ക് വാങ്ങാനായിട്ട്
എത്ര കുട്ടി അപ്പം ബാക്കി വന്നു? 12. 12. വീണ്ടും -1 മാർക്ക്. ബസറിറ്റ് പറ. കരുണ എസ് എസ് 7 വാട്ടി. വളരെ കറക്റ്റായ ഉത്തരമാണ്. 3 മാർക്ക് കരുണ എസ് എസിന്. രണ്ടാം ചോദ്യത്തിൽ വെരി ഗുഡ്. 7 വിട്ട് അറിഞ്ഞുകൂടായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5000 പേരല്ല, 5000 പുരുഷന്മാരാണ്. ക്രൗഡ് 20,000 പേരാണ് ഏകദേശം. എന്നിട്ട് 12 കൂട്ട അധികം വന്നു. 4000 പേര് പോഷിപ്പിച്ചു. എത്ര അപ്പം കൊണ്ട്? 7 അപ്പം കൊണ്ട്. എത്ര കൂട്ട ബാക്കി വന്നു? 7. ഓക്കെ, റൈറ്റ്. നൗ ജീന, റെഡി? യു ആർ റെഡി? യെസ്. ചോദിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ചോദ്യമായിരിക്കും. ഏത് ഗ്രാമത്തിൽ വെച്ചാണ് യേശു ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കിയത്? ഗലീലയിലെ കാനാവിൽ വെച്ച്. എക്സാക്ട്ലി. രണ്ടാമത്തെ ചോദ്യം താങ്കൾ തന്നെ പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യമാണ് ഏത് ഗ്രാമം? കാന. ഏത് ദേശം? ഗലീല. സോ ഷീ ഗെറ്റ്സ് ഓൾ ദ വേ 8 മാർക്സ്. ഞാൻ ചോദിക്കുന്നത് മുൻപ് തന്നെ ഉത്തരം കൂടെ കയറി പറഞ്ഞു. കാനായിൽ. ഞാൻ കാനായിൽ 8 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇന്നും ആ ഗ്രാമത്തിൽ വീഞ്ഞുണ്ടാക്കുന്നുണ്ട്. ചെറിയ വീഞ്ഞുപ്പി ഇവിടുത്തെ മ്യൂസിയത്തിൽ കാഴ്ചക്കായിട്ട് വെച്ചിട്ടുമുണ്ട്. റൈറ്റ്. സോ കാനാവ് എന്ന ഗ്രാമത്തിൽ യേശു ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി. അത് അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എക്സാക്ട്ലി. അത് അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ അത്ഭുതമാണ്. റൈറ്റ്. സോ ദേ വി കം ടു ദ എൻഡ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. പുതിയ നിയമ റൗണ്ടിന് ഇവിടെ സമാപ്തി വരുന്നു. പുതിയ നിയമ റൗണ്ടിൽ എങ്ങനെയാണ് മത്സരാർത്ഥികൾക്ക് മാർക്ക് ലഭിച്ചിരിക്കുന്നത്? Gina leads 8. ജീന RG gets 8 marks. Very good. Okay, Blessy Blessy 5 KG 5 marks. Closely followed. Very good. and Karuna 1. Karuna 1. Not bad. You opened the score. ഇനി ഒരുപാട് മാർക്ക് കിട്ടാനുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ 2 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. Bible Count 2020. ഇച്ചായ, ആ കന്നുകാലികൾക്ക് ഇത്തിരി വെള്ളം വെച്ചു കൊടുക്ക്. ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്നാൽ എങ്ങനാ? ഓ, ഏതാണ്ട് പൈങ്കിളി പുസ്തകമായിരിക്കും. അതാ ഇങ്ങനെ വായിച്ചു സുഖിച്ചോണ്ടിരിക്കുന്നേ. എടി, ഇത് പൈങ്കിളി പുസ്തകമല്ല. ഇന്നലെ കൺവെൻഷനിൽ നിന്ന് മേടിച്ച വിശുദ്ധ സത്യവേദ പുസ്തകമാണ്. വേദപുസ്തകം വായിച്ചാ എന്നത്തിന് ചിരിക്കുന്നേ? അത് പറഞ്ഞാ നീ പിണങ്ങും. പെണങ്ങയല. ഇച്ചാൻ എന്നത്തിന് ചിരിച്ചേ? എടി, നിന്നോട് സ്നേഹം കൂടുമ്പോ ഞാൻ നിന്നെ കഴുതേന്ന് വിളിക്കത്തില്ലയോ? ഓ, അങ്ങനെ എന്തെല്ലാം വിവരക്കേടുകൾ ഞാൻ കേൾക്കുന്നു. ആ, കഴുതയുടെ മഹത്വം ഇതിൽ എഴുതിയിരിക്കുന്നത്. നീ ഒന്ന് നോക്കി. അപ്പോ മൃഗങ്ങളുടെ കാര്യം മാത്രമാണോ ഇതിലുള്ളത്? ആ, 26 സവിശേഷത. 26 സവിശേഷത എന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഏതാണ്ട് ബെഡായി ആയിരിക്കുന്നു. ആ, ഒരു തോടിന്റെ പടം എടുത്ത് യോർദാൻ നദിയാന്ന് അച്ചടിക്കുന്ന കാലമല്ലേ ഇത്? അവരിച്ചാനെ കളിപ്പിച്ചോ? ഇല്ലടി, ഇല്ല. 26 പകരം ഞാൻ 28 എണ്ണി കഴിഞ്ഞു. തന്നെയല്ല, ഒരു സവിശേഷത ഇല്ലാത്ത 1200 പേജുള്ള ബൈബിളിന് വില 200 രൂപ. 30 സവിശേഷതകളുള്ള 1486 പേജുള്ള വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ വില 195 രൂപ. ആ, 30 സവിശേഷതകളും 250 പേജുകളും കൂടുതലായിട്ടും വിലയിൽ 5 രൂപ കുറവ്. ഇച്ചായ, നമുക്കിത് 2 എണ്ണം വാങ്ങിക്കണം. അതെ, 25 സവിശേഷതകളും അപൂർവ ചിത്രങ്ങളുടെ 16 കളർ പേജുകൾ ഉൾപ്പെടെ 250 പേജുകൾ കൂടുതലുള്ള വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. Bible Count 2020. മാർക്കുകൾ ലഭിക്കാൻ സാധ്യതയുള്ളതും വളരെ എളുപ്പമായിട്ടുള്ള റൗണ്ടാണ് ഇനി മുൻപിലുള്ളത്. ചൂസ് ആൻഡ് ആൻസർ റൗണ്ട്. നിങ്ങൾ തന്നെ ഇവിടെ വന്ന് ഇതിലൊരു ചോദ്യം തിരഞ്ഞെടുക്കുക.
കവർ അവിടെ പോയി മാത്രം തുറക്കുക, എന്നിട്ട് എന്നെ നമ്പർ കാണിക്കുക, അപ്പോൾ ആ ചോദ്യം എന്തെന്ന് ഞാൻ പറയും. സോ യു ക്യാൻ കം. 3-1, റൈറ്റ്? യെസ്, ബ്ലെസ്സി, കം ഓൺ. ഗുഡ്. Who gets the first question? Karuna gets the first question. ചോദിക്കട്ടെ. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം അധ്യായങ്ങളുള്ള സുവിശേഷം ഏത്? മത്തായി. വളരെ ശരിയായ ഉത്തരമാണ്. 5 marks for the first question. All right? Noted. Yes, who gets the second? You. ജീന ആർജിക്ക് രണ്ടാമത്തെ ചോദ്യം. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം ഏത്? ഓബദ്യാവ്. ഉത്തരം വളരെ ശരിയാണ്. 5 marks for the second question. ജീന ആർജി, റൈറ്റ്? ഓക്കെ, ഞാൻ എന്നോടൊരു ഉപചോദ്യം ചോദിക്കട്ടെ. ഓബദ്യാവിൽ എത്ര വാക്യങ്ങളുണ്ട്? വാക്യങ്ങൾ എണ്ണിയിട്ടില്ല. വെൽ, 21 വാക്യങ്ങൾ. ഓൾ റൈറ്റ്. And now number 3, ബ്ലെസ്സി. ഓക്കെ, വിശുദ്ധ ബൈബിളിൽ 49 അധ്യായങ്ങളിൽ അധികമായ എത്ര പുസ്തകങ്ങളുണ്ട്? അല്ലെങ്കിൽ എത്ര പുസ്തകങ്ങൾക്ക് 49 അധ്യായങ്ങളോ അതിലുപരിയായോ ഉണ്ട്? പാസ്. 2 പേർക്കും ബസർ. യെസ്, ജീന. എത്ര പുസ്തകങ്ങളുണ്ട് 49-ലധികമായ? 3 പുസ്തകം. ഉത്തരം വളരെ തെറ്റാണ്. -1. ഇനി ആൻസർ കാരണം ബാക്കി നിൽക്കുന്നു. ഇല്ല, 4 പുസ്തകങ്ങളുണ്ട്. ജീന പറഞ്ഞ 3 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? പറയൂ. ഉൽപ്പത്തി വളരെ ശരിയാണ്. എത്ര അധ്യായമുണ്ട്? 50. വളരെ കറക്റ്റാണ്. സങ്കീർത്തനങ്ങൾ 150 വളരെ ശരിയാണ്. യെശയ്യാവ് 66. ഇരമ്യാവിനോട് വല്ല വിരോധമുണ്ടോ? ചെറിയ പ്രയാസമുണ്ട്. ഇരമ്യാവിൽ എത്ര അധ്യായമുണ്ട്? 52. ഓൾറൈറ്റ്, ഇറ്റ് ഈസ് എ ടച്ച് ആൻഡ് ഗോ. ഗിവ് ഹർ 3 marks. ജീന ആർജി 3 marks. ഓൾറൈറ്റ്, അങ്ങനെ ചൂസ് ആൻഡ് ആൻസർ റൗണ്ട് അവസാനിക്കുകയാണ്. ചൂസ് ആൻഡ് ആൻസർ റൗണ്ടിൻ്റെ അവസാനത്തിൽ നമ്മുടെ മത്സരാർത്ഥികൾക്ക് എത്ര മാർക്ക് വീതമാണ് ലഭിക്കുന്നത്? ജീന ആർജി 7 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ജീന ആർജിക്ക് 7 മാർക്ക് ലഭിക്കുന്നുണ്ട്. ബ്ലെസ്സി ഒന്നും ലഭിച്ചിട്ടില്ല. ബ്ലെസ്സിക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. കരുണ 5 മാർക്ക് ലഭിച്ചു. 5 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. So that's the status after round 3. Bible Count 2020. ഏതാണ്ട് 3.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച നിമിഷം മുതൽ ബലഹീനനായ ഞാൻ നയിക്കുന്ന സൗഖ്യദായക ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. വേദനകളെ ഉടനടി സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ അനുഭവമായതുകൊണ്ട് വേദനകളെ ഞാൻ ഗൗരവമായി കണ്ടിരുന്നില്ല. ഏതാണ്ട് 50 ദിനരാത്രങ്ങൾ അതിവേദനയിലൂടെയുള്ള എൻ്റെ പ്രയാണം വേദനയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ പൊളിച്ചെഴുതി. നാട്ടിൽ വെച്ച് ആരംഭിച്ച വേദനയുമായി ഞാൻ ന്യൂയോർക്കിലെത്തി. എൻ്റെ യാത്രയുടെ പ്രഥമമായ ലക്ഷ്യം ലക്ഷോപലക്ഷങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ബൈബിൾ പരിഭാഷ പൂർത്തീകരിക്കുക എന്നതായിരുന്നു. എന്നാൽ ഒരു വാക്യം പോലും പരിഭാഷപ്പെടുത്തുവാൻ കഴിയാതെ എൻ്റെ വേദന അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ആത്മീയ സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ പ്രതിയോഗി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ആരംഭിച്ച ബൈബിൾ പരിഭാഷ ഉപേക്ഷിക്കാമെങ്കിൽ വേദനയ്ക്ക് വിടുതൽ തരാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. എന്തെന്നാൽ വചനം അവനെ വെട്ടുന്ന വാളാണ്. ഈ പരിഭാഷ അനേകായിരങ്ങളെ അവനിൽ നിന്നും അകറ്റും, രക്ഷിക്കും. ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ള 11 പരിഭാഷകളിൽ എന്നെ ജയോത്സവമായി നടത്തിയ ദൈവം നിന്നെ തകർത്ത് എനിക്ക് വിജയം നൽകുമെന്ന് ഞാൻ പ്രതിയോഗിക്ക് മറുപടി നൽകി. എൻ്റെ അതിവേദന മരണവേദനയായി മാറിക്കൊണ്ടിരുന്നു. എൻ്റെ കിടക്കയിൽ രാപ്പകൽ ഞാൻ ദൈവത്തോട് അക്ഷരാർത്ഥത്തിൽ തന്നെ നിലവിളിച്ചുകൊണ്ടിരുന്നു. രോഗത്തെക്കുറിച്ച് യാതൊന്നും കണ്ടുപിടിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഉടനടി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. കേരളത്തിലെ പൗരാണികവും അതിപ്രശസ്തവുമായ ആയുർവേദ ആശുപത്രിയിലെത്തി. എൻ്റെ ആത്മീയ യാത്രയുടെ അർദ്ധരാത്രികളിൽ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന്
എന്നെ മാറോടണച്ച് രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യത്തിനും സാമീപ്യത്തിനുമായി ആ ആശുപത്രിയുടെ ഉൾമുറിയിൽ കിടന്ന് ഞാൻ നിലവിളിച്ചു. രാത്രിയുടെ 4-ാം യാമത്തിൽ എൻ്റെ യേശു എൻ്റെ അടുത്ത് വന്നു. ആ മുറിഞ്ഞ കരം എൻ്റെ വേദനയുള്ള ഭാഗത്ത് സ്പർശിച്ചു. 50 ദിനരാത്രങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന മരണവേദനയിൽ നിന്ന് യേശു എന്നെ രക്ഷിച്ചു, എന്നെ സൗഖ്യമാക്കി. 50 ദിനരാത്രങ്ങൾ മരണവേദനയിൽ കൂടി കടന്നുപോയ എന്നെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ കരുണയും കരുതലും സ്നേഹവും വർണ്ണിക്കുവാൻ ഒരു ഗാനത്തിലൂടെ കഴിയുകയില്ലായിരുന്നു. എന്നെ തകർത്ത് ദൈവവചനത്തെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച പ്രതിയോഗിയെ തകർത്ത് ജയം നൽകിയതും ഒരു ഗാനത്തിലൂടെ വർണ്ണിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ആത്മീയ അനുഭവങ്ങളുടെ കയ്യൊപ്പോട് കൂടിയ ഈ ഗാനസമാഹാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. സൗഖ്യനായകൻ, ജീവനായകൻ, യേശുനായകൻ, എൻ രക്ഷനായകൻ. സൗഖ്യനായകൻ, ജീവനായകൻ, യേശുനായകൻ, എൻ രക്ഷനായകൻ. രാപ്പകൽ എന്നെ നടത്തിടുന്നവൻ, ഇമ്മാനുവേലൻ പരമനായകൻ. രാപ്പകൽ എന്നെ നടത്തിടുന്നവൻ, ഇമ്മാനുവേലൻ പരമനായകൻ. പകലിലൻ ഏറിയ വേദനയിൽ, രാവിലൻ യാതനയിൻ യാമങ്ങളിൽ. പകലിലൻ ഏറിയ വേദനയിൽ, രാവിലൻ യാതനയിൻ യാമങ്ങളിൽ. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ, ചാരെ വന്നേശു എന്നെ ആശ്വസിപ്പിച്ചു. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ, ചാരെ വന്നേശു എന്നെ ആശ്വസിപ്പിച്ചു. അതിവേദനയോട് തീച്ചുളി തന്നെ മാറോടണച്ച് സൗഖ്യമാക്കിയ യേശുവിന്റെ സ്നേഹാർദ്രമായ സ്പർശനം വർണ്ണിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ഹൃദയസ്പർശിയായ അനുഭവഗീതങ്ങൾ. യേശുനായകൻ, എൻ രക്ഷനായകൻ, എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ. തന്നെ തകർക്കുവാനായി പ്രതിയോഗിയെ തകർത്ത യഹോവയാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ സ്തുതിഗീതങ്ങൾ. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ കയ്യൊപ്പോടുകൂടി സിഗ്നേച്ചർ എഡിഷൻ CD-കൾ. എൻ രക്ഷനായകൻ, എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. CD-കൾ തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. CD-കൾ തപാൽ മാർഗം ലഭിക്കേണ്ടതിന് ബന്ധപ്പെടുക. വേർഡ് ടു വേർഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555 0472283499. സൗഖ്യനായകൻ, ജീവനായകൻ, യേശുനായകൻ, എൻ രക്ഷനായകൻ. Bible Count 2020. Now we come to the final round. എന്താണ് ഫൈനൽ റൗണ്ട്? ബൈബിൾ ബമ്പർ റൗണ്ട് അല്ലെങ്കിൽ ബൈബിൾ ബോംബർ റൗണ്ട്, കൂടാതെ റാപ്പിഡ് റീഡിംഗ് റൗണ്ട്, വേദവായന. ഓരോ 3 വായനകളുണ്ട്. അത് ചോദിക്കല്ലോ, നിങ്ങൾ ഇതെല്ലാം സ്വയമായിട്ട് ആർക്ക് ആദ്യമേ ബസർ പ്രസ് ചെയ്യുന്നു, ആദ്യത്തെ ബൈബിൾ ബമ്പറിൽ ചോദ്യങ്ങൾ കേട്ട ഉടൻ ആര് ആദ്യമേ ബസർ പ്രസ് ചെയ്യുന്നു ആ വ്യക്തിയായിരിക്കും ഉത്തരം നൽകുന്നത്. പിന്നെ റാപ്പിഡ് റീഡിംഗ് റൗണ്ടിൽ പറയുന്ന വേദഭാഗം ഉടനടി എടുത്ത് വായിക്കുന്ന വ്യക്തിക്കായിരിക്കും മാർക്ക്. റെഡി? ഹാൻഡ്സ് ഓൺ യുവർ ബസർ. ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിൻ്റെ കല്ലറയിൽ ആദ്യം പ്രവേശിച്ച ശിഷ്യനാർ? യേസ് കരുണ. പത്രോസ്. ശരിയാണോ? റൈറ്റ്. ദ ആൻസർ ഈസ് റൈറ്റ്. ഷീ ഗെറ്റ്സ് 5 മാർക്സ്. രണ്ടാമത്തെ ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിൻ്റെ തുടർച്ചയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വിവരം
ആരാണ് പത്രോസിനെ അറിയിച്ചത്? യെസ്, അഗൈൻ. മറിയ, മഗ്ദലക്കാരത്തി മറിയ. കറക്റ്റ്. മഗ്ദലക്കാരി മറിയ, മഗ്ദല മറിയ. സോ കരുണ ഗെറ്റ്സ് അനദർ 5 മാർക്സ്. എന്നെ സംബന്ധിച്ച് മഗ്ദല മറിയ എന്ന് പറയുന്ന ആ പരിശുദ്ധയായ മറിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ ദേവാലയത്തിൽ വിശുദ്ധ മഗ്ദല മറിയത്തിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ദേവാലയത്തിൽ മഗ്ദല മറിയം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 30 വർഷം ചെലവഴിച്ച ഫ്രാൻസിൽ ബെരീമൂ മൗണ്ടൻ എന്ന് പറയുന്ന മൗണ്ടനിൽ ഗുഹയ്ക്കകത്താണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം മഗ്ദല മറിയം ജീവിതം തനിച്ച് അവിടെ കഴിച്ചിരുന്നു. ഏതാണ്ട് 5 കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ച് 2200 അടി ഉയരത്തിലുള്ളൊരു ഗുഹയിലാണ് മഗ്ദല മറിയം പാർത്തിരുന്നത്. ഭക്ഷണമൊന്നും ഒരിടത്തും കിട്ടുകയില്ല. ദൂതന്മാരാണ് മഗ്ദല മറിയത്തെ അവിടെ ഫീഡ് ചെയ്തിരുന്നത്. എനിക്കും എൻ്റെ സഹോദരൻ രാജിക്കും അവിടെ പോകുവാൻ അവസരം ലഭിച്ചു. കഴിഞ്ഞ ജൂണിൽ ഞങ്ങൾ അവിടെ പോയി ഈ 5 കിലോമീറ്റർ കാട് ചവിട്ടി. അവിടെ ഇപ്പോഴും തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല. 2250 അടി വരെയുള്ള മല കയറി പാറക്കെട്ടുകളാണ്. സെയിൻറ്റ് ബോം മൗണ്ടൻസ് എന്ന് പറയുന്നു. അവിടെ ചെന്നു മഗ്ദല ജീവിച്ച ആ സ്ഥാനത്ത് അവിടെ പ്രതിമയെല്ലാം ഉണ്ട്. അതിന്ന് കാത്തലിക്സിൻ്റെ കയ്യിലാണ്. മാത്രമല്ല മഗ്ദല മറിയത്തിൻ്റെ തലയോട്ടി മാർസെയിൽസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തലയോട്ടി, സാക്ഷാൽ തലയോട്ടി, അതും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് വാസ് മേരി മാഗ്ഡലീൻ ഹു സോ ജീസസ് ഫസ്റ്റ് ആൻഡ് ഇൻഫോം പീറ്റർ ഫസ്റ്റ്. അങ്ങനെ ആദ്യത്തെ ചോദ്യം അവസാനിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം റെഡി? വിഷമിക്കണ്ട, വളരെ എളുപ്പമായ ചോദ്യമാണ്. ഞാൻ വിവാഹമോചനം വെറുക്കുന്നു. സർവശക്തനായ ദൈവം ഇത് അരുളി ചെയ്യുന്നത് ഏത് പ്രവാചകനിലൂടെയാണ്? ഞാൻ വിവാഹമോചനം വെറുക്കുന്നു. ഏത് പ്രവചന പുസ്തകത്തിലാണ് ഇത് കാണുന്നത്? നോ. മലാക്കി പ്രവചനം. മലാക്കി പ്രവചനത്തിൻ്റെ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇത് കാണും. ഞാൻ വിവാഹമോചനം വെറുക്കുന്നെന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും സർവശക്തനായ ദൈവം അരുളി ചെയ്യുകയാണ്. ഇന്ന് പാശ്ചാത്യ ലോകത്താണെങ്കിൽ നടത്തപ്പെടുന്ന വിവാഹങ്ങളുടെ 1/2 ഭാഗം വിവാഹമോചനത്തിൽ അവസാനിക്കും. നമ്മുടെ കേരളത്തിൽ ഒട്ടും പുറകിലല്ല, എന്നാൽ അത്രയൊന്നുമില്ല. എങ്കിലും വിവാഹമോചനത്തിൻ്റെ ഇതായിട്ടുള്ള വേഗത വളരെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. മലാക്കി പ്രവചനത്തിൽ അത്യുന്നതനായ ദൈവം വളരെ വ്യക്തമായിട്ട് അരുളി ചെയ്യുകയാണ്, ഞാൻ വിവാഹമോചനം വെറുക്കും. റൈറ്റ്, ഹാൻഡ്സ് ഓൺ യുവർ ബസസ്. മലാക്കി എന്ന പുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ്? യെസ് കരള. 39ാമത്തെ പുസ്തകം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഏറ്റവും ലാസ്റ്റത്തെ പുസ്തകം. ഏറ്റവും ലാസ്റ്റ് പുസ്തകമായിട്ട് 39ാമത്തെ പുസ്തകം. അവസാനം 39. അപ്പോൾ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. ആ 39 പുസ്തകങ്ങളുടെ അവസാനത്തെ പുസ്തകം മലാക്കിയാണ്. വളരെ റെഡി ആയിട്ടുള്ളതാണ്. അത് ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ ചോദ്യത്തിന് എൻ്റെ ബിയിലെ +5 ഫോർ കരുണ SS. മനസ്സിലായോ? That's 5, right? So next we have the rapid reading round. ബൈബിളെല്ലാം കയ്യിലെടുക്കുക. വായിക്കുവാൻ കണ്ണാടി ഉപയോഗിക്കേണ്ടവർ കണ്ണാടി ഉപയോഗിക്കാം. വേഗം നോക്കി വായിക്കണം. റൈറ്റ്, റെഡി? ഗലാത്യർ 6-ാം അധ്യായം 9-ാം വാക്യം. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. കറക്റ്റ്, എക്സാക്ട്ലി. 6 മാർക്ക്. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുത്തു. നമ്മളൊക്കെ അല്പം നന്മ ചെയ്യുമ്പോൾ മടുത്തു പോകും. താഴോട്ട് 3 വാക്യോടെ വായിച്ചാട്ട്. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. തക്ക സമയത്ത് നാം കൊയ്യും. പിന്നെ ഒന്നുകൂടെ, ആകയാൽ അവസരം ലഭിക്കുമ്പോഴെല്ലാം നാം എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ചെയ്യുന്നുണ്ടോ?
പാസ്റ്ററാണ് ഭർത്താവ്. Okay, very good. That's what we need to do. All right. So, Blessy KG gets 6 marks. Rapid round. First question. Blessy KG gets 6 marks. Right? All right. The second question. സങ്കീർത്തനങ്ങൾ 73-24. ഞാൻ പറയുന്നത് വരെയും വായിച്ചുകൊണ്ടിരിക്കണം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഉത്തരം വളരെ ശരിയാണ്. അതുകൊണ്ട് 6 marks ഫോർ ജീന RG. റൈറ്റ്. സെക്കൻഡ് ബൈബിൾ റീഡിംഗ് 6 marks. അതിന് മുഴുവൻ മാർക്ക് തരികയാണ്. ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. ഇത്രയും വേഗത്തിൽ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തലയിലോട്ടൊന്നും പോവുകയില്ല കേട്ടോ. കുറച്ചുകൂടെ പതുക്കെ വായിക്കണം. ഇപ്പം മത്സരത്തിന് വേഗത്തിൽ വായിച്ചുകൊണ്ട്. ഓൾ റൈറ്റ്. 6 marks. റെഡി? സ്കോർ കീപ്പേഴ്സ്. ആദ്യത്തേത് ഗലാത്യർ 6:9 അത് വായിച്ചത് ബ്ലസ്സി KG ആണ് അല്ലേ? രണ്ടാമത്തേത് സങ്കീർത്തനങ്ങളിലായിരുന്നു, അത് കൃത്യമായിട്ട് വായിച്ചത് ജീനയാണ്. 2 പേർക്ക് ഞാൻ മുഴുവൻ മാർക്ക് കൊടുത്തു, 6 മാർക്ക്. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ. ബൈബിൾസ് ഇൻ യുവർ ഹാൻഡ്സ്. റൈറ്റ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 3-ാം വാക്യം. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ദാമ്പത്യധർമ്മം ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അധികാരമുള്ളത്. അതുപോലെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരമുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സമ്മതപ്രകാരം പ്രാർത്ഥനയ്ക്കായി സമയം സമർപ്പിക്കുന്ന സമയമൊഴികെ പരസ്പരം വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിൻ്റെ അഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുവിൻ. വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനകത്ത് കുടുംബജീവിതം നയിക്കുന്നത് ബ്ലസ്സി മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ കുടുംബിനികളാകാൻ ആഗ്രഹിക്കുന്നവരാണോ? അതെ. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ട് മനസ്സിലാക്കണം. ഓൾറൈറ്റ്. അങ്ങനെ ജീന RGക്ക് 6 മാർക്ക് ലഭിച്ചിരിക്കുന്നു 3-ാമത്തെ ചോദ്യത്തിന്. റൈറ്റ്. സോ ഈ എപ്പിസോഡിൽ ബൈബിൾ ബമ്പർ റൗണ്ടിൽ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ എത്രയാണ്? ജീന RG 12 മാർക്ക് ലഭിച്ചിരിക്കുന്നു. 12 മാർക്കാണ് ജീന RGക്ക് ബൈബിൾ ബമ്പറിൽ ലഭിച്ചിരിക്കുന്നത്. ബ്ലസ്സി KG. ബ്ലസ്സിക്ക് 6 മാർക്ക്. ബ്ലസ്സി KGക്ക് 6 മാർക്ക് ലഭിച്ചിരിക്കുന്നു. How about Karuna SS? കരുണയ്ക്ക് 15 മാർക്ക്. Karuna SSന് 15 മാർക്ക് ലഭിച്ചിരിക്കുന്നു. All right. Now we go for the grand total. ഈ എപ്പിസോഡിൻ്റെ വിജയികൾ. ഫസ്റ്റ് പ്രൈസ് ജീന RG 38 മാർക്ക് ലഭിച്ചിരിക്കുന്നു. സെക്കൻഡ് പ്രൈസ് കരുണ SS 21 മാർക്ക് ലഭിച്ചിരിക്കുന്നു. തേർഡ് പ്രൈസ് ബ്ലസ്സി 10 മാർക്ക്. അപ്പോൾ ജീന RGയും കരുണ SS രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓൾ റൈറ്റ്. കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുക. 3 പേർക്കും സമ്മാനമുണ്ട്. സമ്മാനങ്ങളെല്ലാം ക്യാഷ് പ്രൈസുമാണ്. യെസ്, ഫസ്റ്റ് പ്രൈസ് കം. സെക്കൻഡ് പ്രൈസ് കരുണ. Keep it up. Third prize, Blessy. We'll prepare it. Thank you. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബൈബിൾ ക്രൗൺ 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് വേർഡ് ടു വേർഡ് മിനിസ്ട്രീസ് കാനഡ. ബൈബിൾ ക്രൗൺ 2020. തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു.